Hello, welcome to my channel. We have Sunday special Gaint Gourami വാഴയില വെച്ച് പൊള്ളിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ ഇതിന്റെ പ്രൊഫഷനിലേക്ക് കടക്കാം. നമ്മളിവിടെ മീനൊക്കെ വെട്ടി റെഡിയാണ്. ഈ വലിയ മീനാണ് നമ്മൾ വാഴയില വെച്ച് പൊള്ളിക്കാൻ പോകുന്നത്. അമ്മയുടെ മീൻ വെട്ടി ശരിയാക്കുകയാണ്. ബാക്കി നമുക്ക് റെഡിയായിട്ട് കാണാം. മീൻ നല്ലതുപോലെ വരയുകയാണ്. മസാലകളൊക്കെ ഇടയ്ക്ക് നല്ലപോലെ പിടിക്കത്തക്ക പോലെ അമ്മ ഇത് വരഞ്ഞെടുത്തോണ്ടിരിക്കുക. എല്ലാ മീനും ഇതുപോലെ വരയണം. നമ്മൾ ആദ്യം അരപ്പരയ്ക്കാൻ പോവാണ്. ഇനി ഇത് വറക്കാനുള്ള അപ്പം നമ്മൾ കല്ലിൽ അരച്ചെടുക്കണേ ടേസ്റ്റിന് വേണ്ടി. കുരുമുളക് ഇട്ടിട്ടുണ്ട് അമ്മ. വെളുത്തുള്ളി ഇഞ്ചി നാണ്ട് ഇരുന്നു. ഇനി അത് അരയ്ക്കാൻ പോവാ. ഒരു പച്ചമുളക് കൂടി ഇട്ടാൽ നമുക്കിനകത്തൊരു പച്ചമുളക് കൂടി ഇട്ട് അരയ്ക്കാം. തോന്നുന്നു പൊളിച്ചുണ്ടോ? നമ്മുടെ അതിനകത്ത് ഇട്ട് അരയ്ക്കാം. പച്ചമുളക് കൂടെ ചേർത്ത് അരയ്ക്കുക. ഇനി നടിച്ചിരി ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊച്ചുള്ളി ഇട്ട് അരയ്ക്കാം. നമ്മളിനി ഇതിൽ അരപ്പ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. ഉപ്പിട്ടു. മുളക് പൊടി ഇടുവാണ്. ഇതിപ്പം ഇല പൊള്ളിക്കാനുള്ള ഒരെണ്ണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് പൊള്ളിക്കാനുള്ള ഇല പൊള്ളിക്കാനുള്ള വേറെ അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഞങ്ങൾ കല്ലിൽ അരച്ച അരപ്പ്, കല്ലിൽ അരപ്പ് അങ്ങോട്ട് ഇട്ട് അതിലാണ് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ വിട്ടിട്ട ഭാഗത്ത് ഇടയിലൊക്കെ ശരിക്കും അരപ്പ് അങ്ങോട്ട് കയറ്റി വെക്കണം. ഇനി അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെക്കണം. നമുക്ക് ആദ്യം പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ചൂടെണ്ണയിലോട്ട്.
അപ്പോൾ നമ്മുടെ മീൻ വറുത്ത് അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. നല്ല വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. അതിലോട്ട് ആ എണ്ണയിൽ തന്നെ ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി കറിവേപ്പില, ചുവന്നുള്ളി ഇട്, ചുവന്നുള്ളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇത്രയും സാധനം നമ്മളിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ഗോൾഡൻ കളറാവണം, അതുവരെ നമ്മൾ വഴറ്റണം. ഏകദേശം വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഇതിലോട്ട് പൊടികൾ ചേർക്കാൻ പോവാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ആദ്യം ചേർക്കാം. മുളക് പൊടി. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും ചേർത്തു. ഇനി കുറച്ച് ഉലുവാപ്പൊടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്തു. ഇനി നമ്മുടെ ഒരു സ്പെഷ്യലായിട്ട് കുറച്ച് മന്തി മസാലകൾ നമ്മൾ നമ്മുടെ ഒരു ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. കുറച്ച് മന്തി മസാലയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കണം. നാരങ്ങ പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുക. നല്ലോണം അങ്ങോട്ട് നാരങ്ങ പിഴിഞ്ഞ് അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. വാഴയില വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാട്ടിയില്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ പൊട്ടും. ഇനി നമുക്ക് ഈ വാഴയിലോട്ട് ആ മസാല ഇങ്ങോട്ട് എടുക്കണം. അതിൻ്റെ പകുതി ഇങ്ങോട്ട് നിരത്തി വെക്കുക. ഇട്ടിട്ട് അതൊന്ന് നിരത്തി വെച്ചിട്ട് മീൻ, നമ്മൾ വറുത്ത് വെച്ച മീൻ അതിന് മുകളിലേക്ക് വെക്കണം. പൊട്ടാതെ എടുക്കണേ. ഇനി വറുത്ത് വെച്ച മീൻ അതിന് മുകളിലേക്ക് വെച്ചു. ഇനി ബാക്കി മസാല അതിൻ്റെ മുകളിലേക്കൂടെ വെക്കണം. നിരത്തി നീളത്തിൽ ഒന്ന് വരും, തലവരെ ഇടുക. നല്ലോണം ഇടുക, വടിച്ചിടുക.
ഇനി ഇത് പൊതിഞ്ഞെടുക്കണം. പൊതിയിടി. ഇനി പൊതിഞ്ഞ് കെട്ടി നല്ലോണം കെട്ടിയെടുക്കണം. നമ്മൾ ഇത് ഇല കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ബാക്കി എണ്ണ നമ്മൾ ഒഴിച്ച് അതൊന്ന് പാനിലേക്ക് മൊത്തം ഒന്ന് ആക്കണം. നമ്മുടെ ഇല കരിയായിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. മൊത്തത്തിലൊന്ന് ആക്കണം. മൊത്തത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊതിഞ്ഞ് വെച്ച മീനെടുത്ത് അതിനകത്ത് കോട്ട് വെക്കാം. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു 8 മിനിറ്റോളം ഒരു സൈഡ് നമ്മൾ വേവിച്ചു. ഇനി നമുക്കിത് തിരിച്ചിട്ട് 8 മിനിറ്റോടെ വേവിക്കണം. ഇനി തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 8 മിനിറ്റ് കൂടെ നമുക്ക് വീണ്ടും വെക്കണം. അപ്പോൾ നമ്മുടെ മീന് വെന്തിട്ടുണ്ട്. 2 സൈഡും 8 മിനിറ്റ് വെച്ച് നമ്മൾ വേവിച്ചിട്ടുണ്ട്. അത് റെഡിയാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത ഗൗരാമി റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.